രാജ്യത്ത് വീണ്ടും ഇന്ധനവിലയിൽ വർധനവ്. പെട്രോളിന് ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് കൂട്ടിയത്. രണ്ടാഴ്ചയ്ക്കിടെ ഇത് 4ാം തവണയാണ് വില കൂട്ടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇന്ധനവില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ഇപ്പോൾ വില വർദ്ധിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? എന്താണ് വിവരങ്ങൾ? രാജ്യത്തെ ഇന്ധന വിലയിൽ വീണ്ടും വർധനവ് വരുത്തിയിരിക്കുകയാണ്. പെട്രോളിന് ലിറ്ററിന് 2.61 രൂപയും ഡീസൽ വില ലിറ്ററിന് 2.71 രൂപയുമാണ് നിലവിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടാഴ്ചയ്ക്കുള്ളിൽ 4ാമത്തെ തവണയാണ് ഇതിൽ ഇന്ധന വില വർധനവ്. ഡീസലിനും പെട്രോളിനും വില വർദ്ധിച്ചത്. നേരത്തെ 3 രൂപയും പിന്നീട് 90 പൈസയും പിന്നീട് 87 പൈസയും ഉൾപ്പെടെ അത്തരത്തിൽ 3 തവണ ഈ രണ്ടാഴ്ചയ്ക്കിടെ വർധനവുണ്ടായിരുന്നു. ഇപ്പോഴും പെട്രോളിനും ഡീസലിനും 2 രൂപയ്ക്ക് മുകളിലാണ് ഓരോ ലിറ്ററിനും വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതോടുകൂടി ഡൽഹിയിലെ വില നിലവാരം പരിശോധിക്കുമ്പോൾ ഡീസലിന് ലിറ്ററിന് 95.20 രൂപയും പെട്രോൾ ഡീസലിന് 102 രൂപയുമാകും. കേരളത്തിൽ പെട്രോൾ വില 115 കിടക്കും. ഇത്തരത്തിൽ ഇന്ധന വില വർധനവ് അടിക്കടി ഉണ്ടാകുന്നതോടെ നിത്യോപയോഗ സാധനത്തിനുൾപ്പെടെ വില വർധനവുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പശ്ചിമേഷ്യൻ മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷം, അതേ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് വഴി ചരക്ക് നീക്കം നടക്കാത്തത്, ആഗോള അസംസ്കൃത എണ്ണ വിലയിൽ വന്നിട്ടുള്ള വർധനവ്, ഇതെല്ലാമാണ് ഡീസൽ പെട്രോൾ വില ഇന്ധന വില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത്. നേരത്തെ തന്നെ ഈ വില വർദ്ധിപ്പിക്കാതിരുന്നാൽ കോടികളുടെ നഷ്ടം ദിവസേന ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ട് എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു. തുടർന്നാണ് വില വർധനവിലേക്ക് കടന്നിട്ടുള്ളത്. നിലവിൽ ഇത് രണ്ടാഴ്ചയ്ക്കിടെ 4ാം തവണയാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുന്നത്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. രാജ്യത്ത് വീണ്ടും ഇന്ധനവിലയിൽ വർധനവ് ഉണ്ടായിരിക്കുകയാണ്. പെട്രോളിന് ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്.